രാജ്യത്തെ ഏറ്റവും മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ച് ലോക നിലവാരത്തിലാക്കുന്നതടക്കം വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളുമായാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത്തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തിൽ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുക, വിദേശയാത്രികരെ പ്രോത്സാഹിപ്പിക്കാൻ വിസ ചട്ടങ്ങളിൽ ഇളവ് നൽകുക, പ്രാദേശിക വിമാന സർവീസുകൾ മെച്ചപ്പെടുത്തുക, മെഡിക്കൽ ടൂറിസത്തിന് പ്രാധാന്യം നൽകുക എന്നിങ്ങനെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 2025 കേന്ദ്ര ബജറ്റിലുണ്ട്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെ വരവ് കൂടാനും പ്രാദേശിക സമൂഹങ്ങളിൽ സാമ്പത്തിക വളർച്ച നേടാനും ഈ പ്രഖ്യാപനങ്ങൾ സഹായിച്ചേക്കും. ഏറ്റവും മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം. സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് ഒരു ചലഞ്ച് മോഡിലാകും പദ്ധതികൾ നടപ്പിലാക്കുകയെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരിക്കുന്നത്. പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാനങ്ങൾ ഭൂമി ലഭ്യമാക്കി കൊടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. മുദ്രാ ലോണുകൾ വിപുലീകരിച്ച് ഹോം സ്റ്റേകൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകത്തിനും സാംസ്കാരിക അടയാളങ്ങൾക്കും സാമ്പത്തിക വളർച്ചയിൽ വലിയ സാധ്യതകളുണ്ടെന്ന് ധനമന്ത്രി പ്രഖ്യാപനത്തിനിടെ വ്യക്തമാക്കുകയുണ്ടായി. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഇന്ത്യയിലെ ടൂറിസം മെച്ചപ്പെടുത്തുന്നതിന് പദ്ധതികളുണ്ട്. ടൂറിസ്റ്റ് വിസ മാനദണ്ഡങ്ങൾ എളുപ്പമുള്ളതാക്കി ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നിർമ്മല അറിയിച്ചു. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതിനായി തെരഞ്ഞെടുത്ത ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കാര്യക്ഷമമായ ഇ വിസ സൗകര്യങ്ങളും വിസ ഫീസ് ഇളവുകളും സർക്കാർ ഏർപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. വിനോദസഞ്ചാര സൗകര്യങ്ങൾ, ശുചിത്വം എന്നിവ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രകടനത്തിനനുസരിച്ച് പ്രോത്സാഹനം നൽകുമെന്നും കേന്ദ്ര ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാകും ഊന്നൽ നൽകുക. ഇതിനായി സ്ഥലം ഏറ്റെടുത്തു നൽകേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും. മേഖലകളിലെ ഹോട്ടലുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിനാകും ശ്രമിക്കുക. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിക്കും. ഹോം സ്റ്റേകൾ വികസിപ്പിക്കുന്നതിന് മുദ്രാവായ്പ നൽകുമെന്നതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾക്കും മുൻതൂക്കം നൽകും. വിനോദസഞ്ചാരികൾക്കുള്ള സൗകര്യങ്ങൾ, വൃത്തി പ്രചരണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് അധിക തുക അനുവദിക്കുമെന്നും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രത്യേക വിനോദസഞ്ചാരികളുടെ സംഘങ്ങൾക്ക് വിസ തുക ഒഴിവാക്കാനുള്ള നടപടികളും സുസംഘടിതമായ ഈ വിസ സൗകര്യങ്ങളും വിദേശ സഞ്ചാരികൾക്ക് ലഭ്യമാക്കും. ആത്മീയവും മതപരവുമായി പ്രാധാന്യമുള്ള മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ ആവർത്തിച്ചു. ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കും.